Fifth one, x cube minus 4 divided by x square plus 1. Limit x tends to 2. ഇവിടെ c അല്ല 2 ഒരു നമ്പർ തന്നിട്ടുണ്ട്. Limit x tends to 2, x cube minus 4 divided by x square plus 1 is equal to 4 by 5 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമുക്കിത് കാണിക്കാൻ വേണ്ടി x tends to 2. അപ്പൊ നമ്മുടെ c യുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് 2. അപ്പൊ നമ്മൾ മോഡുലസ് ഓഫ് x മൈനസ് c അല്ല, മോഡുലസ് ഓഫ് x മൈനസ് 2 ആണ് നോക്കണം. അപ്പൊ നമ്മൾ ആദ്യം f of x ഇവിടെ എടുക്കുമ്പോൾ f of x എന്ന് പറയുന്നത് x ക്യൂബ് മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ നമ്മൾ f of x എന്ന് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മുടെ l ന്റെ സ്ഥാനത്ത് 4 by 5. അപ്പൊ ഇത് ലിമിറ്റ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് f of x ഇത് നമ്മുടെ l ന്റെ സ്ഥാനത്ത് വരും. മോഡുലസ് ഓഫ് f of x മൈനസ് l ഈസ് ലെസ് ദാൻ എപ്സിലോൺ whenever 0 ലെസ് ദാൻ മോഡ് x മൈനസ് c ലെസ് ദാൻ ഡെൽറ്റ ഫോമിൽ നമുക്ക് കാണിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് മോഡുലസ് ഓഫ് f of x മൈനസ് 4 by 5 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു എപ്സിലോൺ ഫിക്സ് ചെയ്തിട്ട് ഈ ഡെൽറ്റ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം മോഡുലസ് ഓഫ് f of x മൈനസ് 4 by 5 കൺസിഡർ ചെയ്യുക. അത് f of x എന്ന് പറയുന്നത് x ക്യൂബ് മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 4 by 5. അപ്പൊ നമ്മൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ LC എടുക്കുമ്പോൾ ഇവിടെ 5 into x square plus 1 വരും. 5x cube ഇവിടെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4 into 5 20 മൈനസ് 4x square മൈനസ് 4 ഡിവൈഡഡ് ബൈ 5 into x square plus 1 വരുമല്ലോ. നമ്മൾ മോഡുലസിന്റെ അകത്ത് LC എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. ആദ്യം നമ്മൾ ഇതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 5x cube മൈനസ് 5 into 4 20 മൈനസ് ഓഫ് 4 into x square plus 1 അല്ലേ, മൈനസ് കോമൺ ആയിട്ട് പുറത്തുണ്ട്. 4x square plus 1 എന്ന് പറയുമ്പോൾ 4x square plus 4 മൈനസ് കോമൺ ആയതുള്ളത് കൊണ്ട് മൈനസ് 4x square മൈനസ് 4 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ അവിടെ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 5x cube മൈനസ് 4x square മൈനസ് 24 ഡിവൈഡഡ് ബൈ 5 into x square plus 1 എന്ന് കിട്ടും. ഇനി ഉത്തരം കിട്ടിയില്ലേ? മൈനസ് 20 മൈനസ് 4 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മൈനസ് 24 വരും. അപ്പൊ 5x ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് 24 ഡിവൈഡ് ബൈ 5 into x സ്ക്വയർ പ്ലസ് 1. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മൈനസ് 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൈനസ് 10 പ്ലസ് 6 നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെ 5x ക്യൂബ് മൈനസ് 10x സ്ക്വയർ പ്ലസ് 6x സ്ക്വയർ മൈനസ് 24 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഈ മൈനസ് 10x സ്ക്വയറും പ്ലസ് 6x സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 4x സ്ക്വയർ തന്നെ. നമ്മൾ ആ മൈനസ് 4x സ്ക്വയറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ചെയ്യുന്നത് പോലെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. മൈനസ് 10x സ്ക്വയർ പ്ലസ് 6x സ്ക്വയർ, ഡിനോമിനേറ്റർ 5 into x സ്ക്വയർ പ്ലസ് 1. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എ ബൈ ബി ആണ് മോഡ് എ ബൈ മോഡ് ബി ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് ഇടേണ്ട കാര്യമില്ല, കാരണം എക്സ് സ്ക്വയർ പോസിറ്റീവാ, 5ഉം പോസിറ്റീവാ, 1ഉം പോസിറ്റീവാ. അപ്പൊ അവിടെ മോഡുലസ് ഇടേണ്ട കാര്യമില്ല. ന്യൂമറേറ്റർ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ടേംസിന്റെ അകത്ത് 5x സ്ക്വയർ കോമൺ ആണ്. മോഡുലസ് ഓഫ് 5x സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലെ. ഇവിടെ 5x സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ മിച്ചം മൈനസ് 2 മാത്രമേ വരുള്ളൂ. അടുത്തതിന്റെ അകത്ത് 6 കോമൺ ആണ്, x സ്ക്വയർ മൈനസ് 4 വരും. അതാണ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 5 into x സ്ക്വയർ പ്ലസ് 1. ഇനി ഇവിടെ x മൈനസ് 2 ഉണ്ട്. ഇതിനെ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ എഴുതുവാണെങ്കിൽ 5x സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 6 into x പ്ലസ് 2 into x മൈനസ് 2 എന്ന് എഴുതാലോ. എക്സ് സ്ക്വയർ മൈനസ് 4, എക്സ് സ്ക്വയർ മൈനസ് 4ന് നമുക്ക് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എക്സ് സ്ക്വയർ മൈനസ് 4 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ ആയതുകൊണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. ഡിവൈഡഡ് ബൈ 5 into എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് എക്സ് മൈനസ് 2 ഉണ്ട്, ഇതിന്റെ അകത്തുനിന്ന് എക്സ് മൈനസ് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പം കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ടേം എന്താണ്? ഇവിടെ എക്സ് മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ 5x സ്ക്വയർ, ഇവിടെയോ 6 into x plus 2. 6 into x plus 2 എന്ന് പറയുമ്പോൾ 6x plus 12. അപ്പം ഇവിടെ 5x സ്ക്വയർ പ്ലസ് 6x plus 12 ഡിവൈഡഡ് ബൈ 5 into x സ്ക്വയർ പ്ലസ് 1. ചെയ്ത് ഒന്നും കൂടെ പറയാം.
ഇതിൻ്റെ അകത്ത് 5x² ഉണ്ട്. എക്സ് മൈനസ് ടു കഴിഞ്ഞ് മിച്ചമുള്ള ടൈം എക്സ് മൈനസ് ടു കഴിഞ്ഞ് മിച്ചമുള്ളത് 5x². ഇവിടെ എക്സ് മൈനസ് ടു കഴിഞ്ഞ് മിച്ചമുള്ളത് 6 ഇൻറ്റു എക്സ് പ്ലസ് ടു. 6 ഇൻറ്റു എക്സ് പ്ലസ് ടുവിന് 6x+12 എന്ന് എടുക്കണം. അപ്പൊ ഇവിടുന്ന് 5x² പ്ലസ് 6x+12 അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എക്സ് മൈനസ് ടു ഇൻറ്റു 5x² പ്ലസ് 6x+12 അതിന്റെ മോഡുലസ് ഇൻറ്റു 5. അപ്പൊ ഇതിനെ നമുക്ക് മോഡുലസ് ഓഫ് എ ഇൻറ്റു ബി മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ഇൻറ്റു മോഡുലസ് ഓഫ് 5x² പ്ലസ് 6x+12 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു x² പ്ലസ് 1 എന്ന് കിട്ടും. ഇതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. നമുക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 4/5 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ഇൻറ്റു 5x² പ്ലസ് 6x+12 ഡിവൈഡ് ബൈ 5 ഇൻറ്റു x² പ്ലസ് 1 എന്ന് കിട്ടി. നമുക്ക് ഇതാണ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടേണ്ടത്. ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കാണിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ആദ്യം ലെസ് ദാൻ 1 എന്നുള്ളത് നോക്കുക. ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ഈസ് ലെസ് ദാൻ 1, മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ലെസ് ദാൻ 1 ആണെങ്കിൽ -1 ലെസ് ദാൻ എക്സ് മൈനസ് ടു ഈസ് ലെസ് ദാൻ 1. നമ്മൾ രണ്ട് സൈഡിലും 2 ആഡ് ചെയ്യുമ്പോൾ 2 - 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 പ്ലസ് 1. അപ്പൊ നമുക്ക് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 1നും 3ക്കും ഇടയ്ക്ക് കിടക്കും. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിന്റെ അകത്തെ 5x² പ്ലസ് 6x+12ന്റെ മാക്സിമം എത്ര വരെ വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ കിടക്കുന്നതിന് നമുക്ക് ലെസ് ദാൻ സംതിങ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 5x² പ്ലസ് 6x അതിന്റെ ഒരു ടേം 5x² പ്ലസ് 6x+12 അത് ലെസ് ദാൻ സംതിങ് കാണിക്കാൻ വേണ്ടി നമ്മൾ മോഡ് എക്സ് മൈനസ് ടു ലെസ് ദാൻ 1 വരുമ്പം എക്സിന്റെ മാക്സിമം വാല്യൂ 3 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഓരോന്നിനും എക്സിന്റെ മാക്സിമം വാല്യൂ നമുക്കൊരു അപ്പർ ലിമിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ എക്സിന്റെ മാക്സിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ ദിസ് ഈസ് ലെസ് ദാൻ 5 ഇൻറ്റു 3² പ്ലസ് 6 ഇൻറ്റു 3 പ്ലസ് 12 എന്ന് വരും. ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എക്സിന്റെ മാക്സിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ ദിസ് ഈസ് ലെസ് ദാൻ 5 ഇൻറ്റു 3² എന്ന് പറയുമ്പോൾ 3² 9 ആണ്. 5 ഇൻറ്റു 9 45 പ്ലസ് 6 ഇൻറ്റു 3 18 പ്ലസ് 12 അപ്പം 30 പ്ലസ് 45 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 75. അപ്പൊ നമുക്ക് 5x² പ്ലസ് 6x+12 എന്ന് പറയുന്നത് ലെസ് ദാൻ 75 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ ടേമിന്റെ വാല്യൂ ലെസ് ദാൻ 75 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതാണ് ഇത് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം 5 ഇൻറ്റു x² പ്ലസ് 1 എന്നുള്ളത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അത് ഗ്രേറ്റർ ദാൻ എടുത്താലേ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലെസ് ദാൻ ഫോമിൽ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ഗ്രേറ്റർ ദാൻ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഏറ്റവും മിനിമം വാല്യൂ എക്സിന്റെ മിനിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്താലല്ലേ ഇത് വലുതാവുള്ളൂ. എക്സിന്റെ വാല്യൂ 1നും 3ക്കും ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എക്സിനെ അതിനേക്കാളും ചെറിയ 1 വെച്ചാണ് ഈ സൈഡ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അത് 5 ഇൻറ്റു 1² പ്ലസ് 1 എടുക്കുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ വരും. നമ്മളിവിടെ എക്സ് ഗ്രേറ്റർ ദാൻ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ എക്സിന്റെ മിനിമം വാല്യൂ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇവിടെ 5x² പ്ലസ് 1ന്റെ അകത്ത് നമ്മൾ എക്സിനെ അതിനേക്കാളും ചെറിയ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ഇതായിരിക്കും വലുത്. സോ 5 ഇൻറ്റു 1² പ്ലസ് 1 പ്ലസ് 1 2 ആണ്. So this is greater than 10 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 5 ഇൻറ്റു x² പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 10 ആയതുകൊണ്ട് 1/5 ഇൻറ്റു x² പ്ലസ് 1 വിൽ ബി ലെസ് ദാൻ 1/10 എന്ന് കിട്ടൂലോ. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിനെ റെസിപ്രോക്കൽ എടുക്കുന്നതിന് വേണ്ടി ലെസ് ദാൻ കിട്ടാൻ വേണ്ടി റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലെസ് ദാൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം റെസിപ്രോക്കൽ അല്ലാതെ എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ അതിനേക്കാളും ചെറിയ നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പൊ നമുക്ക് 1/5 ഇൻറ്റു x² പ്ലസ് 1 ഈസ് ലെസ് ദാൻ 1/10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ രണ്ടെണ്ണം ഈ ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 5x² പ്ലസ് 6x+12 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു x² പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x² പ്ലസ് 6x+12 ഇൻറ്റു 1/11 അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണിച്ചാൽ മതി. ഈസ് ലെസ് ദാൻ 75 ഇൻറ്റു 1/10 വരും. 75/10 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 15/2. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 5x² പ്ലസ് 6x+12 divided by 5 into x² plus 1 is less than 15/2 if എന്താണ് കണ്ടീഷൻ? mod x minus 2 is less than 1. mod x minus 2 less than 1 എടുത്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. mod x minus 2 less than 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 1നും 3ക്കും ഇടയ്ക്ക് കിടക്കും. അങ്ങനെ 1നും 3ക്കും ഇടയ്ക്ക് കിടക്കുവാണെങ്കിൽ 5x² plus 6x+12 divided by 5 into x² plus 1ന്റെ വാല്യൂ 15/2 ചെറുതായിരിക്കും. അതാണ് if condition mod x minus 2 is
ലെസ് ദാൻ 1. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്മുടെ ആ ഇക്വേഷൻ 1 നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 4/5 ഈസ് ഈക്വൽ ടു ദിസ് എന്ന് നമ്മൾ എഴുതി വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഇത്രയും ടേമിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ ഇക്വേഷൻ 1ന്റെ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 നമ്മുടെ കയ്യിലുള്ളത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 4/5 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് 5x² പ്ലസ് 6x പ്ലസ് 12 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു x² പ്ലസ് 1 എന്നായിരുന്നു ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ 1 ഒന്നും കൂടി എടുത്ത് എഴുതിയതാണ്. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 4/5 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു 5x² പ്ലസ് 6x പ്ലസ് 12 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു x² പ്ലസ് 1 എന്നായിരുന്നു ഇക്വേഷൻ 1 പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 വരുമ്പോൾ നമുക്ക് 5x² പ്ലസ് 6x പ്ലസ് 12 ഇൻറ്റു 5x² പ്ലസ് 1 ലെസ് ദാൻ 15/2. അതുകൊണ്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ കൊണ്ട് ഇവിടെ കൊടുക്കുമ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് 2 ഇൻറ്റു 15/2 if this is less than modulus of x minus 2 into 15/2 if mod x minus 2 is less than 1. അപ്പോൾ mod x minus 2 less than 1 ആണെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. നമുക്ക് വേണ്ടത് എന്താ? ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ mod x minus 2 into 15/2 ലെസ് ദാൻ എപ്സിലോൺ ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ഈ സാധനം നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ മോഡ് എക്സ് മൈനസ് 2 ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 15 ഇൻറ്റു 2 എന്ന് എടുക്കണ്ടേ. 2/15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ഇവിടെ പോവുള്ളൂ. അപ്പൊ നമുക്ക് മോഡ് എക്സ് മൈനസ് 2 ഈസ് ലെസ് ദാൻ 2/15 ഇൻറ്റു എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് ഇതിനെ ലെസ് ദാൻ എപ്സിലോൺ എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണമായിരുന്നു? മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമേ ഇവിടം വരെ എത്തുള്ളൂ. മോഡ് എക്സ് മൈനസ് 2ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇവിടം വരെ എത്തുള്ളൂ. ഇവിടുന്ന് അത് ലെസ് ദാൻ എപ്സിലോൺ ആവണമെന്നുണ്ടെങ്കിൽ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 2 എപ്സിലോൺ ബൈ 15 ആയിരിക്കും. അപ്പൊ നമ്മൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് 1. ഡെൽറ്റ 1 ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടം വരെ എത്തുള്ളൂ. ഡെൽറ്റ ലെസ് ദാൻ അതായത് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരെ എത്തുള്ളൂ. അപ്പോൾ മോഡ് എക്സ് മൈനസ് 2 ഷുഡ് ബി ലെസ് ദാൻ 1. പിന്നെ ഇത് ലെസ് ദാൻ എപ്സിലോൺ ഈ ടേമിനെ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ ചെറുതായിരിക്കണം. സോ 2 എപ്സിലോൺ ബൈ 15. അപ്പൊ നമ്മൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഇത് എടുക്കുവാണെങ്കിൽ രണ്ട് കണ്ടീഷനും കിട്ടും. therefore we can say that whenever 0 less than mod x minus c less than delta, whenever 0 less than mod x minus c less than delta, modulus of f of x minus 4/5 will be less than epsilon. നമ്മൾ ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പോൾ അവിടെ എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റി. such that whenever 0 less than mod x minus c is less than delta, modulus of f of x minus 4/5 is less than epsilon.